ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാത്ര എന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എന്താണ് ഹിന്ദിയിൽ ഈ മാത്ര എന്ന് പറയുന്നത്? എന്താണ് മാത്ര? അവ എത്ര തരത്തിലുണ്ട്? മാത്ര എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചിഹ്നങ്ങളാണ് ഈ മാത്രകൾ. സ്വരാക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചിഹ്നങ്ങളാണ് മാത്രകൾ. മാത്ര എന്ന് പറയുന്നത് സ്വരത്തിൻ്റെ തന്നെ മറ്റൊരു രൂപം. സ്വർ കാഹി രൂപ് ഹേ. മാത്ര എന്ന് പറയുന്നത് സ്വർ കാഹി രൂപ് ഹേ, സ്വരത്തിൻ്റെ തന്നെ മറ്റൊരു രൂപം. മാത്ര സംഖ്യ എന്ന് പറയുന്നത് സ്വരത്തിൻ്റെ തന്നെ അതേ സംഖ്യയായിരിക്കും. സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം, ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് 11. അപ്പം സ്വരസംഖ്യ എന്ന് പറയുന്നത് 11. അപ്പം സ്വരത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമായതുകൊണ്ട് തന്നെ മാത്രാസംഖ്യയും എത്രയായിരിക്കും? 11 തന്നെയായിരിക്കും. പക്ഷേ ദൃശ്യരൂപത്തിൽ അവ നമുക്ക് എഴുതുമ്പോൾ 10 മാത്രമേ കിട്ടുകയുള്ളൂ. അതെന്താണ് അങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? സ്വരങ്ങൾ 11. സ്വരത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമായ മാത്ര ദൃശ്യരൂപത്തിൽ 10. അതെന്തുകൊണ്ടാണ്? ഇവിടെ സ്വരങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സ്വരങ്ങൾ മലയാളത്തിൽ ആദ്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങൾ എഴുതാം. ഏതൊക്കെയാണ്? ഇതാണ് ഹിന്ദിയിൽ അ. ആ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ ഇങ്ങനെ എഴുതും അല്ലേ? ഈ ഉ, റി, എറു. എറു എന്നുള്ളത് ഹിന്ദിയിൽ നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? റി. ഇങ്ങനെയാണ് ഹിന്ദിയിൽ. എ, ഐ, ഓ, ഔ. ഇങ്ങനെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതുന്നത്. ഏതൊക്കെയാണ്? അ, ആ, ലഘു ഇ, ദീർഘ ഇ, ലഘു ഉ, ദീർഘ ഉ, റി, എ, ഐ, ഓ, ഔ. ഇതിൻ്റെ മാത്രകൾ നാം എഴുതുമ്പോൾ അ, എ എന്ന ഈ സ്വരാക്ഷരത്തിന് പ്രത്യേകിച്ചൊരു മാത്ര നമുക്ക് എഴുതാനില്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു മാത്ര ഇല്ല. ആ എന്ന് പറയുമ്പോൾ നമുക്ക് ആ എന്നതിൻ്റെ മാത്രയാണ് ഇത്. ആ. ഇനി ലഘു ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് എഴുതുന്നത്? ഈ. ഇതാണ് ലഘു ഇയുടെ മാത്ര. ഇനി ദീർഘ ഇ ആകുമ്പോഴോ വള്ളി ഇങ്ങോട്ട് തിരിച്ച്. ഇതാണ് ദീർഘ ഇയുടെ മാത്ര. ഇനി ഊ എന്നതാ നമ്മൾ ഊ എഴുതുന്നതിൻ്റെ പകുതി. ഇതാണ് ഊ. ഇനി ഊ എന്ന് പറയുമ്പോൾ മാത്ര ഇതാണ്. ഊ. ഇതാണ് ഊ എന്ന മാത്ര. ഇനി റീ എന്നത് നമ്മൾ മാത്ര, റീയുടെ മാത്ര ഇതാണ് റീ. ഇനി എ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ
വരച്ചിട്ട് ഒരു കെട്ടുപള്ളി. ഇതാണ് എ എന്നതിൻ്റെ മാത്ര. ഇനി ഐ എന്നാവുമ്പോഴും ഇങ്ങനെ വരച്ചിട്ട് 2 കെട്ടുപള്ളി ഇടുമ്പോൾ അത് ഐ ആയി മാറുന്നു. ഓയാണെങ്കിലോ ആ എന്ന മാത്രയോട് കൂടി നമ്മൾ എന്ത് ചേർക്കുന്നു? ഒരു കെട്ടുപള്ളി ഇടുന്നു. ഇപ്പോൾ ഇത് ഓയായി മാറി. ഇനി എന്താണ് ഔ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ എന്ന മാത്രയോടുകൂടി 2 കെട്ടുപള്ളി ഇടുമ്പോൾ അത് എന്തായി മാറി? ഔ ആയി മാറുന്നു. അപ്പം ആ എന്ന ഈ സ്വരാക്ഷരത്തിന് പ്രത്യേകിച്ചൊരു മാത്ര ഹിന്ദിയിൽ നമുക്ക് എഴുതാനില്ല. രണ്ടാമത് ആ എന്നതിൻ്റെ മാത്രയാണ് ഇത്. ലഘു ഇ, നമ്മൾ ഈ എന്ന് പറയുന്നത് ലഘു ഇ ദീർഘ ഇ എന്നാണ് ഹിന്ദിയിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ലഘു ഇ എന്ന് പറയുമ്പോൾ വള്ളി ഇങ്ങോട്ട് തിരിച്ചിട്ട് ഒരു വെട്ട്. ദീർഘ ഇ എന്ന് പറയുമ്പോൾ വള്ളി അപ്പുറത്തേക്ക് എഴുതിയിട്ട് ഒരു വെട്ട്. ഇതാണ് ദീർഘ ഇ. ഇനി ഉ എന്നുള്ളതിൻ്റെ മാത്ര. ഊ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ എഴുതുന്നു. റി, എ, ഐ, ഓ, ഔ. ഇതാണ് ഹിന്ദിയിലെ മാത്രകൾ. അപ്പം ഈ ആ എന്ന ഈ അക്ഷരത്തിന്, സ്വരാക്ഷരത്തിന് പ്രത്യേകിച്ച് ഒരു മാത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതറിയപ്പെടുന്നത് എന്താണ്? ഇതിന് മാത്ര നഹീം ഹോത്തി അല്ലേ? മാത്ര നഹീം ഹോത്തി, നഹീം ഹോത്തി, നഹീം ഹോത്തി. അതുകൊണ്ട് തന്നെ ഇതറിയപ്പെടുന്നത് എന്താണ്? ഉദാസീൻ സ്വർ. ഉദാസീൻ, ഉദാസീൻ സ്വർ, ഉദാസീൻ സ്വർ എന്നാണ് ആ എന്ന അക്ഷരം ഹിന്ദിയിൽ അറിയപ്പെടുന്നത്. ഉദാസീൻ സ്വർ. ഇതിന് പ്രത്യേകിച്ചൊരു മാത്ര എഴുതാനില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഉദാസീൻ സ്വർ എന്ന് അറിയപ്പെടുന്നു. ഇനി അപ്പം മാത്ര എന്താണെന്നും എത്ര എണ്ണം ഉണ്ടെന്നും. മാത്ര എന്ന് പറയുന്നത് 11, ദൃശ്യരൂപത്തിൽ മാത്രാസംഖ്യ 10. അവയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം മാത്രയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഇവ എത്ര തരത്തിലുണ്ട്? മാത്ര എത്ര തരത്തിലുണ്ട്? മാത്ര പ്രധാനമായും 3 തരത്തിലുണ്ട്. മാത്ര എന്ന് പറയുന്നത് പ്രധാനമായും മാത്ര 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് 2 മാത്രയെ കുറിച്ച് മാത്രമാണ്. മാത്ര 2 തരത്തിലാണ് നിങ്ങൾക്ക് പ്രധാനമായും പഠിക്കുവാനുള്ളത്. ഈ മാത്ര 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? ഹ്രസ്വ സ്വർ, ദീർഘ സ്വർ. സ്വരങ്ങളെ ഉച്ചരിക്കാനെടുക്കുന്ന സമയത്തിനനുസരിച്ചാണ് മാത്രയെ തരംതിരിച്ചിരിക്കുന്നത്. ഹ്രസ്വ സമയം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരങ്ങളെ ഹ്രസ്വസ്വരം എന്നും, ദീർഘസമയമെടുത്ത്, കൂടുതൽ സമയമെടുത്ത് ഉച്ചരിക്കുന്ന സ്വരങ്ങളെ ദീർഘസ്വർ എന്നും ഹിന്ദിയിൽ പറയുന്നു. ഹ്രസ്വ സ്വരത്തിൽപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ കുറച്ച് സമയമെടുത്ത് നാം ഉച്ചരിക്കുന്നത് ഏതൊക്കെയാണ്? അ, ഇ, ഉ, റി. ഈ 4 സ്വരങ്ങൾ അറിയപ്പെടുന്നത് ഹ്രസ്വ സ്വരങ്ങൾ എന്നാണ്. ഇനി ഈ അ എന്ന് പറയുന്ന ആ സ്വരത്തിൻ്റെ ഇരട്ടി സമയം നമ്മൾ എടുക്കുന്നുണ്ട് ആ എന്ന് ഉച്ചരിക്കാൻ. അതുപോലെ ലഘു ഇയുടെ ഇരട്ടി സമയം നമ്മൾ എടുക്കുന്നുണ്ട് ദീർഘ ഇ ഉച്ചരിക്കാൻ. ഈ ലഘു ഊവിൻ്റെ ഇരട്ടി സമയം വരുന്നു ദീർഘ
ഊ ഉച്ചരിക്കാൻ ഊ. അതുപോലെ അടുത്തത് എ, ഐ, ഓ, 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 ഔ. അപ്പം ഈ ബാക്കിയുള്ള ഈ 7 സ്വരങ്ങളാണ് ദീർഘസ്വരങ്ങളിൽ പെടുന്നത്. 1, 2, 3, 4, 5, 6, 7. ഈ 7ഉം ഈ 4ഉം കൂടിയാണ് ഈ 11 സ്വരങ്ങൾ. അപ്പോൾ ഹ്രസ്വസ്വർ, ദീർഘസ്വർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഹ്രസ്വസ്വർ എന്ന ഈ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന ഈ സ്വരങ്ങൾ നിങ്ങൾക്ക് ഒരു മാത്ര മാത്രമായിരിക്കും ഉള്ളത്. ഏക്ക് മാത്ര, ഏക്ക് മാത്ര. ഇവയ്ക്ക് ഒരു മാത്ര മാത്രമായിരിക്കും ഉള്ളത്. ഇനി ദീർഘസ്വർ. അപ്പോൾ ദീർഘസ്വരത്തിന് എത്ര മാത്രം ഉണ്ടാവും? നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഇരട്ടിയെന്ന്. അപ്പോൾ ഒരു മാത്ര മാത്രമുള്ള ഹ്രസ്വസ്വർ ആണെങ്കിൽ ദീർഘസ്വർ എന്ന് പറയുന്നത് ദോ മാത്ര. ദോ 2 മാത്ര ഉള്ളതായിരിക്കും. ദോ മാത്ര, മാത്രയായി. അപ്പം 2 മാത്രയുള്ളത് ദീർഘസ്വരം, ഒരു മാത്ര മാത്രമുള്ളത് ഹ്രസ്വസ്വരമായിരിക്കും. ഇതാണ് മാത്രകളെ തരംതിരിച്ചിരിക്കുന്ന രീതി. ഇനി ഏക്ക് മാത്ര എന്ന് പറയുന്ന ഒരു മാത്ര മാത്രമുള്ളത് നമ്മൾ അക്ഷരങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ എഴുതിയാൽ എന്താണ് വായിക്കുന്നതിന് ഒരു സ്വരം മാത്രമേ ഉള്ളൂ. ഇത് ഹ്രസ്വ സ്വരമായിരിക്കും. ഇനി 2 മാത്രമുള്ളതിന് നമ്മൾ അക്ഷരങ്ങൾക്ക് മുകളിൽ എസിൻ്റെ പോലെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇത് ദീർഘസ്വർ ആണ്. ദീർഘസ്വർ. ഇത് ദീർഘസ്വരത്തിൻ്റെ ചിഹ്നം, ഇത് ഹ്രസ്വസ്വരത്തിൻ്റെ ചിഹ്നം. ഇനി ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മാത്രകൾ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു പദം, വാക്ക് തന്നിട്ട് അതിൽ നിന്ന് മാത്രകൾ എങ്ങനെയാണ് തരംതിരിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കമ്മൽ, കമ്മൽ, ക, മ, കമ്മൽ എന്നെഴുതി. ഇതിലെത്ര മാത്രയുണ്ടെന്ന് നമ്മൾക്കൊന്ന് കണ്ടുപിടിച്ചാലോ. കമ്മൽ, ക, ഒരു മാത്ര എന്ന സ്വരമാണ് ഇവിടെ ഉള്ളത്. അപ്പം ക, ഒരു മാത്രയ്ക്ക് നമ്മൾ എന്താണ് അക്ഷരത്തിന് മുകളിൽ ഇവിടെ ഈ ചിഹ്നം എഴുതിയാൽ ഒരു മാത്ര എന്നാണ്. അപ്പം ക, മ, മായയുടെ മുകളിലും അപ്പം എന്തായിരിക്കും ഒരു സ്വരമുള്ളത്. ഇതൊക്കെ ഹ്രസ്വസ്വരത്തിൽപ്പെടും. ല, അപ്പം ഇതും ഹ്രസ്വസ്വരമാണ്. അപ്പം 3 ഈ അക്ഷരങ്ങളും എന്താണ് ഹ്രസ്വസ്വരമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മാത്ര എന്ന് പറയുന്നത് എത്രയാണ്? 3 മാത്ര. ഇതിൻ്റെ മാത്ര എന്ന് പറയുന്നത് 3. ഇനി ഇത് തന്നെ ഞാൻ എഴുതുകയാണ് കോമൾ, കോമൾ. കമ്മൽ എന്നുള്ളത് കോമൾ, കോമളം എന്നാക്കി മാറ്റി. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ്? നമുക്ക് കോ, ഓ, ഓ, ഓയാണ്. ഓ എന്ന് പറയുന്നത് കണ്ട ദീർഘ സ്വരത്തിൽപ്പെടും. അപ്പം അതിന് എത്ര മാത്രയുണ്ട്? ദോ മാത്ര. അതിൻ്റെ ചിഹ്നം എന്താണ്? ഇത്. അപ്പം ഞാൻ ഇതിന് 2 മാത്രയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇട്ടു. ഇനി 2 മാത്രയുള്ളത് കൊണ്ട് ഞാനിതിന് ഇങ്ങനെ ചിഹ്നമിട്ടു. ഇനി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഇവിടെ എന്താണ്? ഒരു സ്വരം. ഇനി ല, ഇവിടെയും ഒരു സ്വരം, ഒരു മാത്ര. അപ്പം 2 മാത്ര, ഒരു മാത്ര, ഒരു മാത്ര. അപ്പം 2ഉം 3ഉം 4. എത്രയാണ്? 4 മാത്രയാണ് കോമൾ എന്ന ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്ന മാത്രകൾ. മനസ്സിലായ? ഇനി ഇതുപോലെ കേല എന്നെഴുതിയാലോ. കേല, കേല എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പഴം അല്ലേ? കേല, കേല എന്ന് ഞാൻ എഴുതി. കേല എന്നതിന് എൻ്റെ മാത്ര എന്തായിരിക്കും?
എ. എ എന്ന് ഉള്ളത് എന്താണ്? ദീർഘസ്വരത്തിൽ പെടും. ദീർഘസ്വരത്തിൽ അവയ്ക്ക് എത്ര മാത്രമേ ഉണ്ടാവും? 2 മാത്ര ചിഹ്നം ഇത്. അപ്പം ഞാനിവിടെ എന്ത് ചിഹ്നമാണ് ഇടണ്ടേ? ഇവിടെ കേല എന്നുള്ളതിൻ്റെ ഞാൻ മാത്രസംഖ്യ 2. ഇനി ലാ ആ എന്നുള്ളതും ദീർഘസ്വരത്തിൽ വരുന്നതാണ്. അപ്പം അതിനെത്രയായിരിക്കും? 2 മാത്ര അല്ലേ? അപ്പം ഇതും 2 മാത്രയാണ്. അപ്പം കെ എ ലാ അപ്പം 2 2 എത്രയാണ്? 4 അല്ലേ? ഇവിടെ 4 മാത്ര. കേല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി 4 മാത്ര. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ല മാത്രകൾ എങ്ങനെയാണ് തിരിച്ചെഴുതുന്നത്. ഇനി ചാച്ച ച എന്നാണ് എഴുതണമെങ്കിലോ ചാച്ച എന്ന് പറയും. ചാ ആ എന്ന് പറയുമ്പോഴത് ദോമാത്രയാണ്. ചാ വീണ്ടും ചാ. അപ്പം അത് അവിടെ എത്രയാണ്? ദോമാത്ര. അപ്പം 2 2 എത്രയാണ്? 4 അല്ല മാത്രകൾ തരംതിരിക്കുന്നത്. ഇനി പപ്പീത്ത പപ്പായ പപ്പീത്ത എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയും. പപ്പീത്ത എന്ന് പറയുന്നത് ഇതെത്രയാണ്? പപ്പീത്ത എന്ന് പറയുന്നത് എന്താണ്? പപ്പീത്ത ഒരു മാത്രയാണുള്ളത്. പി പി ഈ എന്ന് പറയുമ്പോൾ എന്താണ്? 2 മാത്ര. താ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് 2 മാത്ര. അപ്പം 1 2 3 2 5 മാത്രയാണ് പപ്പീത്ത എന്നുള്ള പദത്തിൽ വാക്കിലുള്ളത്. മനസ്സിലായോ? ഇനി അതുപോലെ നാനി എന്നെഴുതുകയാണെങ്കിലോ നാനി എന്നെഴുതുമ്പോഴും എന്താണ്? നാ നീ നാനി എന്നെഴുതുമ്പോഴും നാ ആ എന്ന് പറയുമ്പോൾ 2 മാത്രമേ ഉണ്ട്. നീ ഇത് ഈ ആണെങ്കിൽ ഈ വശത്തേക്കാണ് നമ്മളുടെ കെട്ടുപള്ളി വന്നത്. അപ്പോൾ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നാനി ഈ വശത്തേക്ക് അല്ല, ഇത് ഈയുടെ മാത്രയാണ്. അപ്പം 2 മാത്രം. അപ്പം 2 2 എത്രയാണ്? നമുക്ക് 4 കിട്ടി. എങ്ങനെയാണ് ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ട് അതിൽ നിന്നും മാത്രയെ തിരിച്ചെടുക്കുന്നത്, മാത്ര കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് മാത്രകൾ പിരിച്ചെടുക്കുന്ന രീതി. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത ക്ലാസ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് എനിക്കൊരു വീഡിയോ ഇടാനായിട്ടൊരു ഉത്സാഹം തരുന്നതിന് തുല്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.